Assalamu Alaikum. Hello dear students. So in the last class we have discussed about the magnetic field. Okay, so and we also discussed the characteristics of this magnetic field. What is magnetic field? എന്താണ് magnetic field എന്ന് പറയുന്നത്? ആ ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള അല്ലെ അതിൻ്റെ ആ മാഗ്നറ്റിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നിൽക്കുന്ന ആ ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള ആ ഒരു എന്താണ് ആ ഒരു റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലേ. സോ ദ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വെയർ ദ ഫോഴ്സ് ഓഫ് ദ മാഗ്നറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് is known as the magnetic field. അപ്പോൾ ആ ഫോഴ്സ് അനുഭവപ്പെടുന്ന ആ ഒരു മേഖലയെ പറയുന്ന പേരാണതെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് കൺസിസ്റ്റ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ എന്തോ ഉണ്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഉണ്ട്. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡിൽ എന്താണുള്ളത് മാഗ്നറ്റിക് ലൈൻസ്. മാഗ്നറ്റിക് നമ്മളൊരു മാഗ്നറ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വരച്ച് കാണിച്ചതാണ്, ഡ്രോ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു നമ്മൾ എന്ത് ചെയ്തു ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ നോർത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്താണ് ഡോട്ടിട്ട് നമ്മളത് എന്തായിരുന്നു നമ്മളത് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറേ മാഗ്നറ്റിക് ലൈൻസിൽ നിന്ന് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടി അല്ലേ. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമൽ ടു യൂണിറ്റ് ഏരിയ ഇസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നുള്ളത്? എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ്. നമുക്കറിയാം ഒരു മാഗ്നറ്റിന് ചുറ്റും വി നോ ദാറ്റ് അറൗണ്ട് എ മാഗ്നറ്റ് ദെയർ ആർ മാഗ്നറ്റിക് ലൈൻസ് അല്ലേ. ഒരു മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട് മാഗ്നറ്റിക് ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മാഗ്നറ്റിക് ലൈൻസിൻ്റെ എണ്ണമാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണം. ആ എണ്ണം എങ്ങനെയാണ് പാസിങ് നോർമൽ ടു യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള നോർമലായിട്ട് ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ആണെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? The number of magnetic lines of force passing normal to unit area is the magnetic flux density. Okay, and density of that magnet, the flux density is greater at the poles of the magnet. നമുക്കറിയാം ഈ ഫ്ലക്സ് ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ എവിടെ ആയിരിക്കും? അതിൻ്റെ പോൾസിലായിരിക്കും. നമ്മളൊരു മാഗ്നറ്റ് എടുത്താൽ ഇഫ് യു ടേക്ക് എ മാഗ്നറ്റ്, ദ മാഗ്നറ്റ് ഹാസ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. മാഗ്നറ്റിന് എന്താ ഉണ്ട്? നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ ഈ പോളിലായിരിക്കും ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ. സോ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് normal to unit area is the magnetic flux density, and it is greater at the poles of the magnet. So magnet has two poles, that is a north pole and south pole, and the magnetic flux density is greater at the poles. Okay, magnetic flux density എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും കൂടുതൽ? അതിൻ്റെ പോൾസിലായിരിക്കും അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതൽ. ഓക്കെ, നമുക്കതിപ്പം എങ്ങനെയാണ് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വരയ്ക്കുക? ഇപ്പം നമ്മളൊരു ഇതൊരു ബാർ മാഗ്നറ്റ്, ഇഫ് യു കൺസിഡർ ദിസ് ആസ് എ ബാർ മാഗ്നറ്റ്, ഒരു ബാർ മാഗ്നറ്റ് ആണല്ലേ. അപ്പോൾ ഈ ബാർ മാഗ്നറ്റിന് ചുറ്റും എന്താ ഉണ്ട്? നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഒരു നോർമൽ ഒരു യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ്? ഇപ്പോൾ രണ്ട് നമ്മൾ നോർത്ത് സൗത്ത് ദെൻ സൗത്ത് നോർത്ത് രണ്ട് ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഇവിടെ നമുക്കറിയാം ഇങ്ങനെ മാഗ്നറ്റിക് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലേ. യൂസിങ് എ മാഗ്നറ്റിക് നീഡിൽ ഡ്രോ എ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഫോംഡ് ബിറ്റ്വീൻ ദ മാഗ്നറ്റ്സ്. അതായത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്, രണ്ട് മാഗ്നറ്റ്സിന് ഇടയ്ക്ക് ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് magnetic lines of forces. Okay, so the number of magnetic lines of force passing normal to unit area പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് നമ്മൾ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മുഴുവനും എന്ത് ചെയ്യും? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്പറാണ് എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഒരു നോർമൽ യൂണിറ്റ് ഏരിയയിലുള്ള എന്താണ് ഇത്രയും നമ്മളിപ്പോൾ ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരച്ചല്ലോ. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആണ് എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇപ്പം നമ്മൾ എത്ര എണ്ണം ഉണ്ടോ ഇതിനകത്ത് മാഗ്നറ്റിക് ലൈൻസ് ഫോഴ്സ്
അതിൻ്റെ നമ്പറാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. സോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ those substances which are attracted by a magnet are called magnetic substance. ഒരു മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നുള്ളത്. സോ those substances which are attracted by a magnet are called magnetic substance. ഒരു മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നുള്ളത്. ആൻഡ് such substances are commonly called ferromagnetic substance. അപ്പോൾ ഈ മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്ന എന്താണ് സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയും. അല്ലെങ്കിൽ അതർവൈസ് വി ക്യാൻ കോൾഡ് ഇറ്റ് ആസ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, സോ എന്താണ് those magnetic substances which are attracted by a magnet are called magnetic substance. Such substances are commonly called ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. എന്താണ് ഫെറം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അത് അയണുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയണുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയും നമ്മൾ ഫെറിക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ എന്തൊക്കെയാണ്? അയൺ അല്ലേ, ദോസ് സബ്സ്റ്റൻസ് വിച്ച് ആർ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? അയൺ, ദെൻ കൊബാൾട്ട്, നിക്കൽ, അൽനിക്കോ. അൽനിക്കോ ഒക്കെ നമുക്കറിയാലോ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. അതിൻ്റെ ആ ഒരു എന്താണ് മാഗ്നറ്റിനാണ് നമ്മൾ അൽനിക്കോ എന്ന് പറയുന്നത്. ദെൻ ദീസ് സബ്സ്റ്റൻസ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു പ്ലാസ്റ്റിക് ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അത് അട്രാക്ട് ചെയ്യുമില്ല അല്ലേ? ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, ഇപ്പം നമ്മൾ ഈ ഒരു പെൻ എടുത്ത് കൊണ്ടുവന്നിട്ട് മാഗ്നറ്റിനോട് വെച്ചാൽ എന്ത് ചെയ്യത്തില്ല? മാഗ്നറ്റ്സ് എന്ത് ചെയ്യത്തില്ല? അട്രാക്ട് ചെയ്യില്ല അല്ലേ? ഇറ്റ് ഡിഡ്ന്റ് അട്രാക്ട്. ബട്ട് ഇപ്പം അയണ്, കൊബാൾട്ട്, നിക്കൽ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ മാഗ്നറ്റിനോട് അട്രാക്ട് ചെയ്യും. സോ സച്ച് സബ്സ്റ്റൻസ് ആർ കോൾഡ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതൊരു മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ അതർവൈസ് കോൾഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറയുന്നത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് അട്രാക്ട് ചെയ്യാത്ത, മാഗ്നറ്റ്സിനോട് അട്രാക്ട് ചെയ്യാത്ത സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പം മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാത്ത വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നുള്ളത്. സോ സബ്സ്റ്റൻസ് ഹാവിങ് ഫീബിൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒട്ടും ഇല്ലാത്ത സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? അതായത് ഈവൻ പവർഫുൾ മാഗ്നറ്റ് ഷോ വെരി വീക്ക് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് സച്ച് സബ്സ്റ്റൻസ്. അപ്പം ഒട്ടും ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് മാഗ്നറ്റ് എടുത്ത് വെച്ച് എന്ത് ചെയ്യത്തില്ല? അട്രാക്ട് ചെയ്യത്തില്ല അല്ലെ? എത്ര വലിയ ഭയങ്കര എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളൊരു അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെങ്ത് ഉള്ളൊരു മാഗ്നറ്റ് എടുത്തിട്ട് ഒട്ടും മാഗ്നറ്റ്സ് അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ അത് എന്ത് ചെയ്യില്ല? ഇനി എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യപ്പെടില്ല. ഓക്കെ, എന്താണ് എക്സാമ്പിൾ? അലൂമിനിയം, പ്ലാസ്റ്റിക്. അലൂമിനിയവും പ്ലാസ്റ്റിക്കും ഒക്കെ നമ്മൾ കൊണ്ടുവന്നൊരു അയണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് വെച്ചാൽ അത് തമ്മിൽ എന്ത് ചെയ്യില്ല? അട്രാക്ട് ചെയ്യില്ല. ഓക്കെ, സോ ദീസ് സബ്സ്റ്റൻസ് സോ ദേ കനോട്ട് ബി മാഗ്നറ്റൈസ്ഡ്. അങ്ങനെയുള്ള വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് വസ്തുക്കളെ കുറിച്ച് നമ്മൾ പഠിച്ചു. വിച്ച് ആർ ദേ? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെറോമാഗ്നറ്റിക് substance, ferromagnetic substance or എന്താണ്? magnetic substance. Simply we can say that magnetic substance. Okay, അല്ലേ? then അപ്പോൾ രണ്ട് ടൈപ്പ് വസ്തു പഠിച്ചു. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഓർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. രണ്ടാമത്തെ എന്താണ്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നിങ്ങൾ ലെക്ചർ നോട്ട്സ് എഴുതി വെക്കാം കേട്ടെ. ഓക്കെ, നിങ്ങൾക്ക് PDF ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പം ആ PDFസും പഠിക്കുക. അലോങ് വിത്ത് ദാറ്റ് യു ഓൾസോ എന്താണ് റൈറ്റ് ദ ലെസൺ നോട്ട്സ് ഫ്രം ദിസ് ക്ലാസ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഏതൊക്കെ എഴുതാം നമുക്ക്? അയൺ, ദെൻ നിക്കൽ, കൊബാൾട്ട്, അൽനിക്കോ. ഇതൊക്കെ എന്താണ്? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഫെറോമാഗ്നറ്റിക് അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? ഒരുപാടുണ്ടല്ലേ. പ്ലാസ്റ്റിക്, വുഡൊക്കെ. പ്ലാസ്റ്റിക് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് എഴുതിക്കൂടെ? പ്ലാസ്റ്റിക്, ദെൻ എന്താ നമുക്ക് പ്ലാസ്റ്റിക് എഴുതാം. പിന്നീട് എന്താ എഴുതാം? നമുക്ക് അലൂമിനിയം. അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് എഴുതാം.
അപ്പം ക്ലിയർ ആയല്ലോ എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, എന്താണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ നന്നായിട്ട് ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ ഒരു ടഫ് പോലെ തോന്നും, പക്ഷേ ഇറ്റ് ഈസ് വെരി ഈസി ടു ലേൺ. ദെൻ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അക്വയർ മാഗ്നറ്റിസം ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റ്. നമ്മളൊരു മാഗ്നറ്റിൻ്റെ അടുത്തായിട്ട് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് കിട്ടും? ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും അല്ലേ. ഇപ്പം നമ്മളൊരു നെയിൽ കൊണ്ടുവന്നിട്ട് നമ്മളൊരു മാഗ്നറ്റിൻ്റെ അടുത്ത് വെച്ചേക്കുന്നു. If we take a nail and we just close to a magnet, അല്ലേ, we place the nail to a magnet. ഒരു മാഗ്നറ്റിൻ്റെ അടുത്തായിട്ട് ഈ നെയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ വെക്കുമ്പോൾ എന്ത് ചെയ്യും? കുറേ നേരം കഴിയുമ്പോൾ ആഫ്റ്റർ സം ടൈം, അല്ലെങ്കിൽ ആഫ്റ്റർ സം ടൈം അല്ല, അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇത് തമ്മിൽ അട്രാക്റ്റ് ചെയ്യപ്പെടും. അതായത് ഈ മാഗ്നറ്റിൻ്റെ ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊണ്ട് ഈ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? അട്രാക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതിൻ്റെ കോണ്ടാക്റ്റ് കൊണ്ട് ഇതിന് ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. ആൻഡ് ദിസ് ബിഹേവിയർ ഈസ് നോൺ ആസ്, ഈ ഒരു ബിഹേവിയറിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒന്നുമില്ല, മാഗ്നറ്റിൻ്റെ ആ ഒരു സാമീപ്യം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോണ്ടാക്റ്റ് കൊണ്ട് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എന്ത് കിട്ടുന്നു? ഈ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു. അതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളത്. ദിസ് മെയ്ഡ് ബി ആക്ച്വൽ കോണ്ടാക്ട് ഓർ നിയർനെസ് ഓഫ് ദ മാഗ്നറ്റ്. ഇപ്പം നമ്മൾ കോണ്ടാക്ട് ചെയ്യണമെന്നില്ല. നമ്മളൊരു നെയിൽ എന്ത് ചെയ്യുന്നു? ഇപ്പം നമ്മൾ കൺസിഡർ ഒരു നെയിൽ നമ്മൾ കൊണ്ടുവരുന്നു, ഒരു മാഗ്നറ്റ് വെച്ചേക്കുന്നു. ഇപ്പം ഇത് നമ്മളിങ്ങനെ കോണ്ടാക്റ്റിൽ വന്നാൽ മാത്രമല്ല, ഇതിൻ്റെ അടുത്ത് വരുമ്പോഴേ എന്ത് ചെയ്യും? ഇത് തമ്മിലൊരു അട്രാക്ഷൻ ആണ്. നമ്മളല്ലേ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ കോണ്ടാക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നിയർനെസ് കൊണ്ടോ എന്ത് കിട്ടുന്നുണ്ട്? ഒരു മാഗ്നറ്റിന് എന്ത് കിട്ടുന്നു? കോണ്ടാക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നിയർനെസ് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഒരു സാമീപ്യം, അതായത് കുറച്ച് അകലെയാണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പക്ഷേ എങ്കിലും എന്ത് കിട്ടുന്നുണ്ട്? അതിന് ആ ഒരു കോണ്ടാക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ബൈ ദ കോണ്ടാക്ട് ഓർ ദ നിയർനെസ് ദ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഗെറ്റ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ദർ ഈസ് എന്താണ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വൽ കോണ്ടാക്റ്റ് കൊണ്ട് കിട്ടുന്നുണ്ട്. ഒരു നെയിലിനെ ഇപ്പം നമ്മൾ ഇതൊരു മാഗ്നറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇഫ് യു കൺസിഡർ മാഗ്നറ്റിന് എന്താ ഉണ്ട്? നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും മാഗ്നറ്റ് വരയ്ക്കുമ്പോഴും എന്ത് ചെയ്യുക? അതിനൊരു നോർത്ത് പോളും സൗത്ത് പോളും കൊടുക്കാം. നമുക്ക് ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി തന്നെ എന്താണ്? ഇറ്റ് ഹാസ് 2 പോൾസ്, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. അപ്പോൾ ഒരു മാഗ്നറ്റിന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പോള് മാത്രം വെച്ചൊരു ഒരു മോണോപോൾ മാഗ്നറ്റ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതൊരു മാഗ്നറ്റ് അല്ല. ഒരു പോള് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മാഗ്നറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ എവറി ടൈം ഓർ മാഗ്നറ്റ് ഡെഫിനറ്റ്ലി ദർ ഈസ് 2 പോൾസ് അല്ലേ. 2 പോൾസ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇതിനടുത്തേക്ക് എന്ത് ചെയ്യുന്നു? ഒരു നെയിലിനെ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ എന്താണ് ഇത് എങ്ങനെ കിട്ടുന്നു? ഈ സബ്സ്റ്റൻസ് ഈ ഒരു നെയിലിന് ഇതിൻ്റെ അടുത്തേക്ക് നമ്മളിപ്പോൾ 2 എണ്ണം അല്ലേ, രണ്ടെണ്ണത്തിനെ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു എന്താണ് ഈ ഒരു മാഗ്നറ്റിൻ്റെ ഒരു കോണ്ടാക്റ്റ് കൊണ്ട് ഇതിനെന്ത് കിട്ടുന്നു? ഈ നെയിൽസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു. ഇനി നമ്മൾ ഇപ്പം നമ്മൾ എന്താണ് ഇപ്പം നമ്മൾ മാഗ്നറ്റ് ഇത് നോർത്ത് സൗത്ത്. അപ്പം നമ്മൾ ഇതിൻ്റെ കുറച്ച് അകലെയായിട്ടാണ് ഒരു നെയിൽ ഇരിക്കുന്നത് അല്ലേ. 2 നെയിൽസ് നമ്മളിങ്ങനെ വെച്ചേക്കുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തത് മാത്രമല്ല, ഇവിടെ ബൈ കോണ്ടാക്ട് ഇതിനെന്ത് കിട്ടുന്നു? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു. ഇവിടെയോ ബൈ നിയർനെസ്, ആ ഒരു അടുത്ത് വരുമ്പോൾ പോലും ഇതിനെന്ത് കിട്ടുന്നുണ്ട്? അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് ഒരു നിയർനെസ് കൊണ്ടോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് കൊണ്ടോ എന്ത് കിട്ടുന്നു? ഈ ഒരു നെയിലിൻ്റെ കേസ് മാത്രമല്ല, മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഏതൊരു സബ്സ്റ്റൻസും എന്താണ് അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു, ഇതിൻ്റെ കോണ്ടാക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നിയർനെസ് കൊണ്ടോ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ പൊളാരിറ്റി അക്വയർഡ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ ഈ ഇൻഡക്ഷൻ മൂലം എന്ത് കിട്ടുന്നുണ്ട്? ഇതിനൊരു പൊളാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ദ പൊളാരിറ്റി ഓഫ് ദ മാഗ്നറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡക്ഷൻ വിൽ ബി ലൈക്ക് പൊളാരിറ്റി അറ്റ് ദ ഫർദർ എൻഡ് ആൻഡ് ദ അൺലൈക്ക് പൊളാരിറ്റി അറ്റ് ദ നിയറർ എൻഡ്. നമുക്കറിയാം നമ്മളൊരു പ്രോപ്പർട്ടി മാഗ്നറ്റിനെ വി ലേൺഡ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദ മാഗ്നറ്റ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ്സസ് ഓഫ് ദിസ് ചാപ്റ്റർ.
അല്ലേ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞു ലൈക്ക് പോൾസ് എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. എന്താണ്? അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യുന്നു, അല്ലേ? ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഓൾവേസ്, അല്ലേ? അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. ലൈക്ക് പോൾസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. അപ്പം നമ്മളത് പഠിച്ചതാണ്. ആ ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. പൊളാരിറ്റി അക്വേർഡ് ബൈ ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം എന്ത് കിട്ടുന്നു? ഈ ഒരു മാഗ്നറ്റിന് എന്ത് കിട്ടുന്നു? ഒരു എന്താണ്? പൊളാരിറ്റി കിട്ടുന്നു. അപ്പോൾ അതെന്താണ്? ലൈക്ക് പൊളാരിറ്റി അറ്റ് ദ നിയറർ എൻഡ്. അപ്പം നമ്മൾ എപ്പോഴും നോക്കുക, ഇവിടെ നമുക്ക് ഈ ഒരു മാഗ്നറ്റ് തന്നെ കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് രണ്ട് ഇങ്ങനെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു മാഗ്നറ്റ് കൊടുത്തിട്ട് രണ്ട് നെയിൽസ് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. ഇപ്പോൾ ഇതൊരു മാഗ്നറ്റാണ്. മാഗ്നറ്റിന് നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്, അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഇപ്പം നമുക്ക് തിരിച്ചു കൊടുക്കാം. ഇവിടെ സൗത്ത് എന്നും ഇവിടെ നോർത്ത് എന്നും, ഇവിടെ സൗത്ത് നോർത്ത് അങ്ങനെ കൊടുക്കാം. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കാം, ഇതിനെ നമ്മൾ ഈ ഒരു നെയിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നല്ലേ. അപ്പം ഇവിടെ നോക്കേ, ഇവിടെ നമ്മളൊരു എന്താണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? ഇവിടെ നമ്മൾ സൗത്തും നോർത്തും ആണ്, ഇതിൻ്റെ രണ്ട് പോൾസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനടുത്തേക്ക് ഒരു നെയിലിനെ കൊണ്ടുവന്നു. അപ്പം നെയിലിൻ്റെ അടുത്ത് ഇവിടെ എന്തായിരിക്കും? ഇവിടെ സൗത്ത് ആയിരിക്കത്തില്ലേ? അതായത് അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? അൺലൈക്ക് പോൾസ് വന്നാലേ അവിടെ അട്രാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പൊളാരിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതാണ് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത്. The polarity of the magnet produced by induction will be like polarity at the further end. അപ്പോൾ ഇതൊരു ഈ ഒരു നെയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നോർത്ത് സൗത്ത് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ നോർത്ത് ആയിരിക്കും, അല്ലേ? അപ്പോൾ നോർത്തും സൗത്തും തമ്മിൽ, അതായത് അൺലൈക്ക് പോൾസ് എപ്പോഴും എങ്ങനെയായിരിക്കും? നിയറർ എൻഡിലായിരിക്കും. അൺലൈക്ക് പോൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോർത്ത്, ഇതിൻ്റെ പൊളാരിറ്റി അപ്പോൾ എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. അപ്പോൾ അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത് നിയറർ എൻഡിലും. ലൈക്ക് പോൾസ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം നോർത്ത് ഇവിടെ വന്നുകൊണ്ട് ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് നോർത്ത് ആയിരിക്കും, ആണല്ലോ. അപ്പം ലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എപ്പോഴും നിയറർ എൻഡിലും, അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എപ്പോഴും നിയറർ എൻഡിലും, ലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഫർദർ എൻഡിലും ആയിരിക്കും. അതാണ് നിങ്ങളുടെ പൊളാരിറ്റി അക്വയർഡ് ബൈ ദ magnet produced by induction will be the like polarity at the further end. Like polarity എന്ന് പറയുമ്പോൾ ദൂരെ ആയിരിക്കും, അല്ലേ? നോർത്തും ദൂരെയായിട്ട് അടുത്തടുത്ത് വരുമില്ല. അത് നോർത്തും അടുത്ത് വന്നാൽ തമ്മിൽ അട്രാക്ട് ചെയ്യില്ല എന്നല്ലേ. അപ്പം ലൈക്ക് പൊളാരിറ്റി എപ്പോഴും എന്താണ്? ഫർദർ എൻഡിലും, അൺലൈക്ക് പൊളാരിറ്റി എപ്പോഴും നിയറർ എൻഡിലും ആയിരിക്കും. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു ബോക്സിൽ പേജ് നമ്പർ 183 നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാണാൻ പറ്റും. ഓക്കെ, സോ എപ്പോഴും എന്തായിരിക്കും? ലൈക്ക് പൊളാരിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പിന്നെ ലൈക്ക് പൊളാരിറ്റി എന്ന് പറയുന്നത് നിയറർ ഫർദർ എൻഡിലും, അൺലൈക്ക് പൊളാരിറ്റി എന്ന് പറയുന്നത് നിയറർ എൻഡിലും ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ്. അപ്പോൾ ടെക്സ്റ്റിനകത്ത് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് മാഗ്നറ്റിസം എന്ന് നമുക്കറിയാലോ. ദ ഫിനോമിനൻ ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അക്വയറിംഗ് മാഗ്നറ്റിസം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിസം മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദ മാഗ്നറ്റിക് ഫോഴ്സ് അക്വയർഡ് ബൈ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. അതായത് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ദ മാഗ്നറ്റിക് ഫോഴ്സ് അക്വയർഡ് ബൈ എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരെണ്ണത്തിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ദ മാഗ്നറ്റിക് ഫോഴ്സ് അക്വയർഡ് ബൈ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. അതായത് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ നമ്മൾ പ്രേരിപ്പിച്ച് നമ്മൾ മാഗ്നറ്റിസം ഉണ്ടാക്കുന്നതാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞു, ദെൻ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. ഇൻഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രസൻസ്, ഒരു മാഗ്നറ്റിൻ്റെ പ്രസൻസ് കൊണ്ട് എന്ത് കിട്ടുന്നു? ഒരു മാഗ്നറ്റിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു. അതാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇൻഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിനെ വേറൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതിനകത്തോട്ട് കൊണ്ടുവരുന്നത്. അതാണ് ഇൻഡ്യൂസ്ഡ്, പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത്. അതാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. ആ ഒരു പോയിന്റ് മിസ് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ലൈൻ പേജ് നമ്പർ 182 മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് കുറേ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നും കൂടെ മനസ്സിലാക്കിയിരിക്കുക.
എപ്പോഴും മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഓക്കെ, അത് മിസ് പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യത്തില്ല, അത് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല ഒരിക്കലും, അത് തമ്മിൽ എന്ത് ചെയ്യത്തില്ല. ഇപ്പം നമ്മൾ പറഞ്ഞില്ല രണ്ട് മാഗ്നറ്റ്സ് നമ്മൾ അടുത്തടുത്ത് വെക്കുന്നു, അപ്പോൾ അത് പേജ് നമ്പർ 182-ലുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ രണ്ട് മാഗ്നറ്റ്സ് തമ്മിൽ അടുത്തടുത്തായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞില്ലേ ഇങ്ങനെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ പേജ് നമ്പർ 182-ലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഒരിക്കലും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യത്തില്ല, പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. ദെൻ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സൈഡ് വൈസ് വിച്ച് ലൈക്ക് പോൾസ് മാഗ്നറ്റ് കം നിയർ ഈച്ച് അതർ. അപ്പോൾ അത് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറയുമ്പം എപ്പോഴും എന്താണ് സൈഡ് വൈസിലായിരിക്കും കാണപ്പെടുന്നത്. ദെൻ വെൻ അൺലൈക്ക് പോൾസ് ഓഫ് ദ മാഗ്നറ്റിക് ക്ലോസ് ടു ഈച്ച് അതർ. അപ്പോൾ അൺലൈക്ക് പോൾസ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അൺലൈക്ക് പോൾസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യും, ക്ലോസ് ആയിട്ടിരിക്കും. ലൈക്ക് പോൾസ് എന്ന് പറയുമ്പോൾ ഓൾവേസ് എങ്ങനെയായിരിക്കും, അത് റിപ്പൽ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ദെൻ ദ പാത്ത് ഓഫ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് ഫ്രം ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ടു ദ സൗത്ത് പോൾ ഓഫ് ദ അതർ മാഗ്നറ്റ്. അപ്പോൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിലേക്കായിരിക്കും അതിൻ്റെ ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ പോയിന്റ് ഒന്നുകൂടെ നോക്കുക. വെൻ അൺലൈക്ക് പോൾസ് ഓഫ് ദ മാഗ്നറ്റ് കം ക്ലോസ് ടു ഈച്ച് അതർ ദ പാത്ത് ഓഫ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് ഫ്രം ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ടു ദ സൗത്ത് പോൾ ഓഫ് ദ അതർ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിലേക്കായിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക, അത് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്ന് പറഞ്ഞു. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസിൻ്റെ എണ്ണമാണ്, ഒരു നോർമൽ യൂണിറ്റ് ഏരിയയിലുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസിൻ്റെ എണ്ണമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. പിന്നെന്തായിരുന്നു പറഞ്ഞത്? പിന്നെന്താണ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഇൻ ഓൾ ഡയമെൻഷൻസ് ഓഫ് ദ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിൻ്റെ ഡയമെൻഷൻസിലെല്ലാം എന്തോ കാണും, അതിൻ്റെ ആ ഒരു മാഗ്നറ്റിൻ്റെ ചുറ്റും എന്ത് കാണും, മാഗ്നറ്റിക് ഫോഴ്സ് കാണും. ദെൻ പിന്നെ മാഗ്നറ്റിന് ചുറ്റുമുള്ള ആ ഒരു മേഖലയാണ്, ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദെൻ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വസ്തു ഒരു മാഗ്നറ്റിൻ്റെ സാമീപ്യം മൂലം അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടാക്റ്റ് മൂലം വേറൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള സബ്സ്റ്റൻസിന് എന്ത് കിട്ടുന്നു, മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി കിട്ടുന്നതാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദെൻ ഇൻഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അതിൻ്റെ ആ ഒരു നിയർനെസ്സിന് മൂലമോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് മൂലമോ ഇതിന് എന്ത് കിട്ടുന്നു, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നതാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് എന്താണ് ഡിസ്കസ് ചെയ്തത്? പൊളാരിറ്റി എന്ന് പറയുമ്പം എപ്പോഴും അൺലൈക്ക് പൊളാരിറ്റി നിയറിലും ലൈക്ക് പൊളാരിറ്റി ഫർദർ എൻഡിലും ആയിരിക്കും. Okay, so in the next class we can learn more about this chapter. Now we can wind up. Thank you. Assalamu Alaikum.